ശാന്തമായി തീരത്തെ തഴുകുന്ന തിരമാലയിൽ കണ്ണു നട്ട് നിൽക്കുമ്പോൾ മനസ്സ് ഇരമ്പി മറിഞ്ഞു. ആരാവും ആ വ്യക്തി? എന്തായിരിക്കും എസ് ഐ സാർ അങ്ങനെ പറഞ്ഞത്? 100,000 ചോദ്യങ്ങൾ അവൻ വിരലുകൾ തമ്മിൽ അമർത്തി പിടിച്ചു. ആദർശ്, പിന്നിൽ നിന്നും ഗൗരവത്തിലുള്ള സ്വരം. അവൻ തിരിഞ്ഞു നോക്കി. ഞാൻ ലേറ്റായി അല്ലേ? ഏയ് ഇല്ല സാർ, ഞാനും ഇപ്പോൾ വന്നതേയുള്ളൂ. ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി പ്രശാന്ത് ചിരിച്ചു. ടെൻഷനൊന്നും വേണ്ട. പാൻറ്റിൻ്റെ ബാക്ക് പോക്കറ്റിൽ നിന്നും ഒരു ഫയൽ പുറത്തേക്കെടുത്തു. ഇതിൽ ആളിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. 2 ദിവസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നേരിൽ കണ്ട് തരാം എന്ന് കരുതി. ആദർശിന് മുന്നിലേക്ക് ഫയൽ നീട്ടി. കള്ളൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്, സൂക്ഷിക്കണം. അവൻ വെപ്രാളത്തോടെ ഫയൽ നിവർത്തി. ഈശ്വര, ഒരിക്കലും. ഹൃദയം വേദനയോടെ പിടച്ചു. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങളുടെ ഓഫീസ് മാനേജ് ചെയ്യുന്ന ആൾ. ഇയാളെന്തിന് ജഗനെ സംരക്ഷിക്കണം? പ്രശാന്തിൻ്റെ സ്വരം. ആദർശ് ദേഷ്യത്തോടെ ഫയലിൽ നിന്ന് തല ഉയർത്തി നോക്കി. മുകുന്ദൻ വെറും ഓഫീസ് മാനേജ് ചെയ്യുന്ന ആൾ മാത്രമല്ല, എൻ്റെ അമ്മാവൻ കൂടിയാണ് സാർ. ഓ, അപ്പോൾ റൂട്ട് മാറുമല്ലോ. നക്ഷത്രയും താനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതിൻ്റെ ചൊരുക്ക് തീർത്തതാണോ? ആയിരിക്കും സാർ. അയാളുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് എൻ്റെ പെണ്ണിനെ തകർക്കാൻ ഇറങ്ങി തിരിച്ചതാ. ആദർശിൻ്റെ മുഖം ദേഷ്യത്തോടെ ചുവന്നു തൊടുത്തു. എന്തായാലും ഇതൊരു പ്രശ്നമാക്കണ്ട. പക്ഷേ ശത്രു മറഞ്ഞിരുന്ന് ഇനിയും കളിക്കും. അപ്പോൾ അടിച്ചിടണം. ഇപ്പോഴേ ഒന്നിനും പോകരുത്. അയാളൊന്ന് സമാധാനിച്ചോട്ടെ. ശരി സാർ, താങ്ക് യു. ആദർശ് ചിരിയോടെ പ്രശാന്തിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ഓ, താങ്ക്സ് ഒന്നും വേണ്ടടോ. മാഷിന് വേണ്ടി ഇതെങ്കിലും ചെയ്തില്ലേൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. പിന്നെ ആ പാവം മനുഷ്യനും. അന്ന് അവസാനമായി കാണുമ്പോൾ അടികൊണ്ട് അവശനായിരുന്നു. പക്ഷെ രാവിലെ എന്നെ തേടിയെത്തിയത് മരണവാർത്തയും. മനസ്സുവരെ മരവിച്ചു പോയി. പ്രശാന്തിൻ്റെ ഇടറിയ വാക്കുകൾ. ജഗൻ, അവനിനി പത്തി നിവർത്തില്ല സാർ. ഈ കിടപ്പ് കഴിഞ്ഞ് അവൻ എന്നെ തേടി വരും. ഇല്ലേൽ ഇവിടെ വരുത്തിക്ക് ഞാൻ. 2 പേരെയും എനിക്ക് വേണം. നിന്നോടൊക്കെ പറഞ്ഞ കാര്യം നേരെ ചൊവ്വേ ചെയ്യാൻ കഴിഞ്ഞില്ലേൽ പോയി വേറെ പണി നോക്കണം. ഒരുത്തനെ തൂക്കാൻ പോലും കേൾപ്പില്ലാത്തവന്മാർ. ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്ത് മുകുന്ദൻ ഹാളിലേക്ക് കയറി. എല്ലാ പ്ലാനിങ്ങും ഫ്ലോപ്പ് ആവുകയാണ്. പക്ഷേ മുകുന്ദൻ തളരില്ല. ഫോൺ സെറ്റിയിലേക്കിട്ട് ചാരി കിടന്നു. മകളുടെ ഭർത്താവാണ്. ആ താലിച്ചരട് അറുത്തെടുക്കാനാ നിങ്ങൾ ശ്രമിക്കുന്നത്. മകളെ ചെറുപ്രായത്തിൽ വിധവയാക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ. പുച്ഛത്തോടെ അമല പറയുമ്പോൾ അയാൾ ഉറക്കെ ചിരിച്ചു. ആര്? അഞ്ജലിയാണോ എൻ്റെ മകൾ? നീ പറയുന്നതല്ലേ, ഞാൻ എങ്ങനെ വിശ്വസിക്കും? തെളിവുണ്ടോ? മുകുന്ദൻ ചോദിക്കുമ്പോൾ അമലയുടെ മുഖം ഇരുണ്ടു. ശരീരം വിറച്ചു. ദുഷ്ട, സ്വന്തം കുഞ്ഞിനെ നീ മനുഷ്യനാണോടാ? അയാൾക്ക് നേരെ പാഞ്ഞടുക്കുമ്പോൾ മുകുന്ദൻ സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. കൈ ഉയർന്നു താഴ്ന്നു. ഒരു നിലവിളിയോടെ അമല ചുവരിൽ ചാരി നിന്നു. നീ എന്താ കരുതിയത്? അവളെ സ്നേഹിച്ചത് വാത്സല്യം കൊണ്ടാണെന്നോ? എന്നാലല്ല, ആദർശിൻ്റെ പേരിലുള്ള സ്വത്ത്, അത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷെ അവള് വഴി പിഴച്ചു പോയി. നിന്റെ പാത സ്വീകരിച്ചു. കഴുത്തിൽ മുകുന്ദൻ്റെ കൈകൾ മുറുകുമ്പോൾ വേദനയോടെ അമലയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു. ദീപക് ഇന്നെൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. പക്ഷെ അവന് സമയമടുത്തു. ഉടനെ അഞ്ജലി ഇവിടെ വരും. എന്ത് വില കൊടുത്തും ആദർശുമായുള്ള കല്യാണം. പിന്നെ ഞാൻ ആരാ? മുകുന്ദൻ ഉറക്കെ ചിരിച്ചു. ജാനകിയുടെ ഷെയറിൽ നിന്നും ഒന്നുമല്ലാതിരുന്ന ആനന്ദ് മേനോൻ കോടീശ്വരൻ. ഞാൻ മാത്രം എല്ലാം നഷ്ടപ്പെട്ട് നടുത്തെരുവിൽ. ഒരു കൈത്താങ്ങ് തരാൻ പോലും ആരുമില്ലാണ്ടായി. എൻ്റെ ജാനകി ഉണ്ടായിരുന്നേൽ എന്നെ സഹായിക്കുമായിരുന്നു. ഇപ്പോൾ അവരുടെ ഓഫീസിൽ വെറും ശമ്പളക്കാരൻ. ആരാ എല്ലാം നശിപ്പിച്ചത്? നിങ്ങൾ തന്നെയല്ലേ? പണം കണ്ടാൽ മദ്യം മറന്നു നടക്കുന്ന നിങ്ങളെ സഹായിക്കുന്നത് എന്തിനാ? കഴുത്തിൽ തഴുകി ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അമല ചോദിച്ചു. അതേടി, എനിക്ക് പണവും മറ്റു പലതും വേണം. ജീവിതം ഇങ്ങനെ ആസ്വദിക്കണം. വല്ലാത്ത ഉന്മാദ ലഹരിയിൽ പറയുന്ന മുകുന്ദനെ ഉച്ചത്തോടെ നോക്കി. പിന്നെ വഴി പിഴച്ചു പോയത് ഞാനല്ല, നിങ്ങളാ. ആ സ്വഭാവം മകൾക്ക് കിട്ടി. അവളെ തെറ്റു പറയാൻ പറ്റില്ല. വഴി കാട്ടിക്കൊടുത്തത് നിങ്ങളല്ലേ? സങ്കടവും ദേഷ്യവും കരച്ചിലും ഒരുപോലെ വരുമ്പോൾ വേദനയോടെ അവർ അലറി. നിന്ന് കുരയ്ക്കാതെ കയറിപ്പോടി.
മുകുന്ദൻ മുരണ്ടു. അമല റൂമിലേക്ക് കയറി. എൻ്റെ ഈശ്വര, ആ കുട്ടിക്ക് എന്തേലും ആപത്ത് സംഭവിച്ച് കാണൂ, പേടിയാവുക. വേദനയോടെ അവർ നെഞ്ചിൽ അമർത്തി പിടിച്ചു. രാജേട്ടാ, ഈ കുട്ടി എന്താ ഇങ്ങനെ പുറത്തു തന്നെ നിൽക്കുന്നത്? ആരെങ്കിലും കാത്തു നിൽക്കുവാണോ? ഇടയ്ക്കിടയ്ക്ക് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി റോഡിലേക്ക് നോക്കി നിൽക്കുന്ന അഞ്ജലിയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് രമ ചോദിച്ചു. ചെക്കനെ കാത്തു നിൽക്കുന്നതാ. കോളേജ് കഴിഞ്ഞ് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ, അതാവും. ചായ ചുണ്ടോട് ചേർത്ത് രാജൻ പറയുമ്പോൾ ഒരു ചിരിയോടെ രമ അഞ്ജലിക്ക് അരികിലേക്ക് നടന്നു. മോള് ഇതാരെ കാത്തു നിൽക്കുവാ? പിന്നിൽ നിന്നും അമ്മയുടെ സ്വരം. അവൾ മൗനമായി നിന്നു. മോള് ദേ ചായ കുടിക്ക്. മുന്നിലേക്ക് ചായ ഗ്ലാസ് നീട്ടി. എനിക്ക് വേണ്ട, ശാന്തമായി പറയുന്നവളെ നോക്കി നിന്നു. മോള് ദീപുവിനെ കാത്തു നിൽക്കുവാണോ? അത് വിക്കലോടെ നിന്നു. അവൻ ഇനി മുതൽ കുറച്ച് ലേറ്റായേ വരൂ. അതെന്താ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ അകത്തിരുന്ന രാജൻ ഉറക്കെ ചുമച്ചു. രമ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരി അമർത്തി. അത് മോൾക്ക് 4 മാസം കഴിഞ്ഞില്ലേ? ഇനി മാസങ്ങൾ ഓടിപ്പോകും. പ്രസവത്തിന് നല്ല ചിലവ് വരും. അഞ്ജലിക്ക് ഒരു കുറവും വരുത്തരുത്. അതിന് കാശ് വേണം. അവളുടെ കണ്ണുകൾ ചുരുങ്ങി. ഇന്നു മുതൽ കോളേജ് കഴിഞ്ഞ് ഈ ഫുഡൊക്കെ വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന ജോലിയില്ലേ, അതിന് പോയി തുടങ്ങും എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. മോളെ, ഇതാദ്യായ എൻ്റെ കുഞ്ഞ് ഒരു ജോലിക്ക് പോകുന്നത്. കുനിഞ്ഞ് ഒരു കുപ്പ എടുക്കാത്തവനാ. മോൾക്കും ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും വേണ്ടിയാ എല്ലാം. പാവാണ്. ഇടർച്ചയോടെ ചെറുതായി ഉന്തിയ വയറ്റിൽ പതിയെ തഴുകി രമ പറയുമ്പോൾ അവൾ റൂമിലേക്ക് നടന്നു. ആളിപ്പോ മാറി വരുന്നുണ്ട് അല്ലേ രമേ? അവനെ ഇഷ്ടാണ്, പക്ഷെ അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. മാറും, എനിക്ക് ഉറപ്പുണ്ട്. ഈ ചെക്കൻ എന്താ വരാൻ വൈകുന്നത്? ഇനി വീട്ടിൽ നമ്മൾ 2 പേരുണ്ടെന്ന് മറന്ന് ഊരു ചുറ്റാൻ ഇറങ്ങിയോ ആവോ? കിച്ചണിൽ തിരക്കിട്ട് പണികൾ ചെയ്യുന്ന നക്ഷത്രയെ നോക്കി പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു. ഈ ചിരി മാത്രം പോരാ മോളെ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അച്ഛൻ്റെ കയ്യിൽ ഫോണുണ്ടല്ലോ, ആദ്യേട്ടനെ വിളിക്ക്. ഓ അങ്ങനെ, ഞാൻ ആദ്യേട്ടനെ വിളിക്കണം. അവനെന്താ വിളിച്ചാൽ? കള്ളച്ചെറുക്കനാ, കൂട്ടുകാർക്കൊപ്പം കറങ്ങാൻ പോയതാവും. കോൾ ചെയ്ത് മൗനമായി നിന്നു. റിങ്ങുണ്ട്, പക്ഷേ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇങ്ങ് വരട്ടെ. മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാനായിട്ട് അയാൾ പിറുപിറുത്തു. ഈശ്വര, ഇനി ജഗന്റെ ഗുണ്ടകൾ ആദ്യേട്ടനെ കൃഷ്ണ ഒരാപത്തും വരുത്തരുത്. റോഡിന് ചേർന്ന് ഒരു ബുള്ളറ്റിൻ്റെ പ്രകാശം. ഉമ്മറത്തിരുന്ന രമയും രാജനും പരസ്പരം നോക്കി. ചെക്കൻ്റെ ബൈക്കല്ലല്ലോ. അമ്മ വെപ്രാളത്തോടെ എഴുന്നേറ്റു പുറത്തേക്കിറങ്ങി. അയ്യോ, എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയേ? രമയുടെ ഉറക്കെയുള്ള കരച്ചിൽ. രാജനും പുറത്തേക്ക് വന്നു. ഏയ്, പേടിക്കാനൊന്നുമില്ലമ്മ. ബൈക്കൊന്ന് സ്ലിപ്പായി. ഞാൻ വരുന്ന വഴിയായിരുന്നു. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വലത് കൈയിൽ പൊട്ടലുണ്ട്, നെറ്റിയിൽ 4 സ്റ്റിച്ചും. അവർ അകത്തേക്ക് കയറി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ ജോലി വേണ്ടാന്ന്, കേൾക്കണ്ടേ? അമ്മയുടെ ശബ്ദമുയർന്നു. അഞ്ജലി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. ദീപുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വെപ്രാളത്തിൽ മുന്നിലേക്ക് നടന്നവൾ അരികിൽ ചെയറിലായിരിക്കുന്ന ആദർശിനെ കണ്ട് നിന്നു. ചുവരിൽ ചാരി അവൻ്റെ കയ്യിലും മുഖത്തും മാറി മാറി നോക്കി. നെഞ്ചം വേദനയോടെ വിങ്ങുമ്പോൾ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞു. അച്ഛാ, ദീപുവിനെ റൂമിൽ കിടത്തിയേക്ക്, റെസ്റ്റ് എടുക്കട്ടെ. രാജൻ മകനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. അയ്യോ, ഷട്ടിൽ ചോരയാണല്ലോ. ദീപുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പറ്റിയതാവും. ഇങ്ങ് ഊരി താ മോനെ. ഏയ് വേണ്ടമ്മ, പപ്പ വിളിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ചായ എടുക്കാം മോനെ. രമ അകത്തേക്ക് കയറുമ്പോൾ ആദർശ് ചെയറിൽ നിന്നും എഴുന്നേറ്റു. അഞ്ജലിയെ രൂക്ഷമായി നോക്കി. നീയും കൂടി അറിഞ്ഞിട്ടാണോടി ആ ചെക്കനെ ഈ പരുവത്തിലാക്കിയത്? അരികിലായി നിന്ന് പല്ലി കടിച്ചമർത്തി അവൻ പറയുമ്പോൾ അഞ്ജലിയൊന്ന് ഞെട്ടി. ആദർശ്, ഞാൻ എന്തിന്? വിക്കലോടെ ചോദിച്ചു. അതാ എനിക്കും അറിയേണ്ടത്. നീ അറിയാതെ നിന്റെ ഡാഡി ഈ വേല ചെയ്യില്ലല്ലോ. ഡാഡി, എനിക്ക് അറിയില്ല ആദർശ്. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഈ കള്ള കണ്ണുനീര് എൻ്റെ മുന്നിൽ വേണ്ട. ഞാൻ വരാൻ ഒരു നിമിഷം വൈകിയിരുന്നേൽ ആ വണ്ടി ദീപുവിൻ്റെ ദേഹത്ത്. ഹോ ആദർശ്,
വേദനയോടെ വിളിച്ചു. ഓ, നിനക്ക് സന്തോഷമാകും തിരികെ വീട്ടിൽ പോയി ഡാഡിക്കൊപ്പം സുഖമായി ജീവിക്കാം. പക്ഷേ അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന 2 ജന്മങ്ങളുണ്ട് ഈ വീട്ടിൽ, അത് മറക്കരുത്. ശാപം കിട്ടും. ആദർശിൻ്റെ കടുത്ത വാക്കുകൾ. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് തിരിഞ്ഞു നടന്നു. ദാ മോനെ ചായ. ചായയും കുടിച്ച് തിരികെ ആ പടി ഇറങ്ങുമ്പോൾ അവൻ്റെ ചുണ്ടിൽ നേർത്തൊരു ചിരി വിരിഞ്ഞു. അഞ്ജലി മാറി തുടങ്ങി. ഇനി അവളെന്ന ശല്യം എൻ്റെ വഴിയിലുണ്ടാവില്ല. മുകുന്ദനും ജഗനും നീയൊക്കെ ഒന്നു ചേരുന്ന നിമിഷം ഞാൻ വരും. കാർ പോർച്ചിൽ ബുള്ളറ്റ് നിർത്തുന്ന ശബ്ദം. നക്ഷത്ര വെപ്രാളത്തിൽ പുറത്തേക്ക് നടന്നു. മോള് അവിടെ നിൽക്ക്, ഗൗരവത്തിൽ ആനന്ദ് പറയുമ്പോൾ അവൾ ദയനീയമായി അയാളെ നോക്കി. ബാംഗ്ലൂരും ഇങ്ങനെയാ, തോന്നുമ്പോൾ വരും പോകും. ഈ ശീലം അത് ശരിയല്ല, നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. തല കുലുക്കി മൂളിക്കൊണ്ട് അവൾ നിന്നു. അകത്തേക്ക് കയറി വരുന്നവനെ കാണുമ്പോൾ നക്ഷത്ര പേടിയോടെ അച്ഛനെ നോക്കി. ഇതെന്താടാ ഈ ഷർട്ടിൽ, തല്ലുകൂടാൻ പോയോ നീ? ദേഷ്യത്തിൽ ചോദിച്ചു. ആദർശ് ഷർട്ടിൻ്റെ ബട്ടണുകൾ ഒന്നൊന്നായി ഇളക്കി. കൃഷ്ണ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആദർശ് ചിരിച്ചു. എൻ്റെ പപ്പ, വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ്. കോളേജിൽ ഞങ്ങൾക്കൊപ്പം പഠിക്കുന്ന ദീപക്, അഞ്ജലിയുടെ ഭർത്താവ്, തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, തിരികെ വീട്ടിലും ആക്കി. ദീപു ചേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദ്യേട്ടാ? ഏയ് ഇല്ല നാച്ചൂട്ടാ. കൈയൊടിഞ്ഞു, നെറ്റിപ്പൊട്ടി. അവൻ പപ്പയുടെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് നോക്കി. എൻ്റെ പപ്പ പഴയ ശീലങ്ങളെല്ലാം വിട്ടതാ, ദേ ഇവൾക്ക് വേണ്ടി. ഇപ്പോൾ ഒന്നുമില്ല സത്യ. അയാൾ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. നാച്ചൂട്ടാ അവളെ അടിമുടി നോക്കി. ലോങ് സ്കർട്ടും ക്രോപ്പ് ടോപ്പുമാണ് വേഷം. ആദർശി ചിരിച്ചു. എന്താടി പെണ്ണെ, ധാവണി വിട്ടോ? അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിക്കുമ്പോൾ പെണ്ണ് പിടച്ചിലോടെ അകന്നു മാറി. അവൻ്റെ മുഖം ചുളിഞ്ഞു. എന്താണ്, പിണക്കാണോടി? ഇല്ല. താഴ്ന്ന മുഖം അവന് നേരെ ഉയർത്തി. പിന്നെ ദേഷ്യമാണോ? ഈ ഡ്രസ്സ് എനിക്ക് എന്തോ പോലെ. ആദർശേട്ടന് ഇഷ്ടായോ? അച്ഛൻ വാങ്ങി തന്നതാ, വേണ്ടാന്ന് പറഞ്ഞതാ, കേട്ടില്ല. ആദർശിൻ്റെ കണ്ണുകൾ അവളെ ഒന്നാകെ ഉഴിഞ്ഞെടുത്തു. സൂപ്പർ, എൻ്റെ പെണ്ണ് സുന്ദരിയല്ലേ? അവനൊന്ന് കുനിഞ്ഞു. ദർശേട്ടാ വേണ്ടാട്ടോ, താഴെ ഇറക്ക്, അച്ഛൻ കാണും. അവളൊന്ന് കുതറി. ഇല്ലല്ലോ. ചിരിയോടെ സ്റ്റെപ്പുകൾ കയറി. ഓർക്കുന്നുണ്ടോ പെണ്ണെ? തല താഴ്ത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. നാണത്തോടെ ചുവന്നു തുടുക്കുന്ന മുഖം. മറക്കാൻ എനിക്ക് പറ്റില്ല. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു. എൻ്റെ നാച്ചൂട്ടൻ്റെ നാടൻ സൗന്ദര്യ എനിക്കിഷ്ടം. ആ പട്ടുപാവാട. അവൾ ചിരിയോടെ ആദർശിനെ നോക്കി. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ട രൂപം ദേ ഇവിടെ എൻ്റെ ഹൃദയത്തിലാ പതിഞ്ഞത്. ആണോ? അപ്പോ ഈ ഡ്രസ്സ് ഇഷ്ടായില്ലേ? കൊള്ളില്ലേ ദർശേട്ടാ? ചിണുങ്ങലോടെ ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ കൂർത്തു. വേണ്ടാട്ടോ ദർശേട്ടാ. എന്ത് വേണ്ട? ആദർശിൻ്റെ പുരികക്കൊടികൾ ഉയർന്നു. പറയൂ പെണ്ണേ. അത് ചിരിയോടെ ആ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. ചുണ്ടുകൾ മൃദുവായി ഹൃദയത്തെ പ്രണയിച്ച നിമിഷം അവൻ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. ദേ പെണ്ണെ, നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കുവാണ് കേട്ടോ. ദർശൻ്റെ ഒരു അവസ്ഥയെ. മതി, എന്നെ താഴെ ഇറക്കാദ്യേട്ടാ. പിടപ്പോടെ താഴേക്ക് ഊർന്നിറങ്ങി. നാച്ചൂട്ടാ, ഈ സ്റ്റെപ്പെല്ലാം ഞാൻ എടുത്തു കയറ്റിയില്ലേ? അവൻ്റെ കണ്ണിലെ ഭാവം. അതിനെന്താ? സംശയത്തോടെ നക്ഷത്രയുടെ കണ്ണുകൾ കൂർത്തു. അതിന് ഒരു ചെറിയ ഗിഫ്റ്റ് തന്നാൽ ഞാനങ്ങ് പോയേനെ. ഓ, അങ്ങനെ ഗിഫ്റ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞോ എന്നെ എടുക്കാൻ? ഇല്ലല്ലോ. ദുഷ്ട. ദർശനോട് ഒട്ടും സ്നേഹമില്ല അല്ലേ പെണ്ണെ? ആദ്യേട്ടാ. പെട്ടെന്ന് അവളുടെ സ്വരം നേർത്തു. സങ്കടത്തോടെ ആദർശിനെ നോക്കി തല താഴ്ത്തി. എൻ്റെ പൊന്ന, ഞാൻ ചുമ്മാ പറഞ്ഞതാ. എനിക്കറിയാലോ നാച്ചൂട്ടന് ആദ്യേട്ടൻ ജീവനാണെന്ന്. അറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ? അവനിലേക്ക് ചേർന്ന് നിന്നു. ലവ് യു നാച്ചൂട്ടാ. സങ്കടായോ? എന്നാൽ സങ്കടം മാറാൻ എന്താ വേണ്ടേ? അവൾ ചിരിയോടെ തല ഉയർത്തി. പറയട്ടെ? പറയ്. അതിനു മുന്നേ വീർത്ത് നിൽക്കുന്ന ചുവന്ന് തൊടുത്ത കവിൾത്തടത്തിൽ ചുണ്ടുകൾ ചേർത്ത് അമർത്തി മുത്തുമ്പോൾ നക്ഷത്രയുടെ കണ്ണുകൾ പ്രണയത്തോടെ തിളങ്ങി. കുറ്റിത്താടിയും മീശയും കവിളിൽ കുത്തിയിറങ്ങുന്ന നിമിഷം കുറുമ്പോടെ ചിരിച്ചു. എന്തേ, മതിയോ? മുഖത്തേക്ക് നോക്കി അവൻ ചോദിക്കുമ്പോൾ ആ ചുടുനിശ്വാസത്തിൽ അവൾ കണ്ണുകൾ തുറന്നു.
ആദ്യേട്ടാ, എങ്ങനെ മനസ്സിലായി ഞാൻ ഇതാണ് ചോദിക്കാൻ പോകുന്നതെന്ന്? അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞ ചിരി. ഈ ഹൃദയം അതെൻ്റെ ഉള്ളിലാ. അതിൻ്റെ താളം ദേ എനിക്കിങ്ങ് കേൾക്കാം. ചെവിയിൽ തൊട്ട് അവൻ പറയുമ്പോൾ വേദനയുടെ ഭാരം പേറിയ ഹൃദയം ലോലമായി. പ്രണയത്താൽ മിടിച്ച ഉള്ളം ശലഭമായി ചിറകുകൾ വിടർത്തി പറന്നുയരുന്നത് അറിഞ്ഞ നിമിഷങ്ങൾ. അവളൊന്നുയർന്നു, താടിത്തുമ്പിൽ അമർത്തി ചുംബിച്ചു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ചുംബനത്തിൽ അവനൊന്ന് ഞെട്ടി. എടി നിൽക്കടി, റൂമിൽ ലക്ഷ്യമാക്കി ഓടുന്നവളെ ഉറക്കെ വിളിച്ചു. നിൽക്കില്ലാട്ടോ ദർശ. എന്താടി നിനക്ക് ഈ താടിത്തുമ്പ് അത്രക്കിഷ്ടമാണോ? ഹാ പ്രണയം. അവളുടെ ചിരിശബ്ദം. ഡോറടഞ്ഞു. മറക്കാൻ കഴിയാത്ത വേദനകൾ മറവിക്ക് വിട്ടുകൊടുക്കുവാണവൾ. അവൻ താടിയിൽ ഒന്ന് തഴുകി നിറഞ്ഞ സന്തോഷത്തോടെ റൂമിലേക്ക് നടന്നു.